അതെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പീസാണ്. കുറച്ച് പഴുത്ത മാങ്ങയും പച്ച മാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ സീസൺ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് പ്രിസർവേഷൻ ചെയ്ത് വെക്കാതെ ഒരു സമാധാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് പഴുത്ത മാങ്ങയെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ ഏകദേശം 1 കപ്പ് ഉണ്ടാവും പൾപ്പ്. അപ്പോൾ അതിനെ 2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. ഇത് കൂടുതൽ സമയം ഇരിക്കാനാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ. അപ്പോൾ അതിനെ അടുത്ത ആവശ്യമുള്ള സമയത്ത് കുറച്ച് വെള്ളവും ചേർത്ത് സ്ക്വാഷാക്കി എടുക്കാം, അല്ലെങ്കിൽ ജാമാക്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാലൊക്കെ ചേർത്ത് ഷേക്കായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് തീരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇനി കൂടുതൽ കാലം വെക്കണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസിന് പകരം സിട്രിക് ആസിഡ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ഇനി അടുത്തത് നമ്മൾക്ക് പച്ചമാങ്ങ കൊണ്ടുള്ള പ്രിസർവേഷനാണ്. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഫ്രീസറിൽ വെക്കുന്നുള്ളൂ, കാരണം ഈ മാങ്ങ അങ്ങനെ ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കാറില്ല. ഇത് പഴുപ്പിക്കാനായതുകൊണ്ടാണ്. സ്ക്വാഷ് ഉണ്ടാക്കാൻ നല്ല മാങ്ങയാണ് ഈ സിന്ദൂരം. ഒരു കളറും ആഡ് ചെയ്യണ്ട, അതുപോലെ ഒരു എസൻസിൻ്റെയും ആവശ്യമില്ല. പിന്നെ ഇവിടെ വേറെ പഴുപ്പിക്കാൻ പറ്റാത്ത മാങ്ങ കിട്ടും, അപ്പോൾ അതിപ്പോൾ പറിച്ചിട്ടില്ല. സാധാരണ അതാണ് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. ഈ മാങ്ങ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസസായി കട്ട് ചെയ്ത് ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെക്കുകയാണ്. നല്ലോണം എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ലോക്ക് ചെയ്യാനായിട്ട്. ഇനി അടുത്ത പണി ഇതൊന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് വന്നിട്ട് പഴുത്ത മാങ്ങയുടെ പൾപ്പുണ്ടല്ലോ, അതും പഞ്ചസാരയും ചേർത്ത് കുക്കൊന്നും ചെയ്യാതെ വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പ്ലേറ്റിലേക്ക് തിന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ വെയിലത്ത് വെച്ച് ഒരു 4-5 ദിവസം ഉണക്കിയെടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ച മാങ്ങ പൾപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അതിനെ ഒരു ബോട്ടിലാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. ഇത് ആംചൂർ പൗഡറാണ്. ഇത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നു. ഇത് പഴുത്ത മാങ്ങ ഇപ്പോൾ പൊടിച്ചെടുത്തത്. പൗഡറൊന്നും ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ
ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഒക്കെ സിമ്പിളല്ലേ.